ട്രെയിൻ അപകടത്തെ തുടർന്ന് ബദൽ യാത്രാ സംവിധാനം ഒരുക്കി സർക്കാർ. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും കെഎസ്ആർടിസിയുടെ പ്രത്യേക സർവീസ് നടത്തും. ഇതിനായി 43 കെഎസ്ആർടിസി ബസ്സുകൾ പ്രത്യേക സർവീസ് നടത്തും. അതേസമയം ദീർഘദൂര ട്രെയിനുകൾ ഉൾപ്പെടെ 7 ട്രെയിനുകൾ തിരുനെൽവേലി വഴി തിരിച്ചുവിട്ടു. 27 വണ്ടികൾ റദ്ദാക്കി. 6 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. നേത്രാവതി എക്സ്പ്രസ്, കൊച്ചുവേളി, ലോകമാന്യ തിലക്, ഗരീബ് രഥ് ഉൾപ്പെടെ 3 വണ്ടികൾ വൈകും. ജിതിൻ ചേരുന്നു വിവരങ്ങളുമായി. ജിതിൻ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ബാംഗ്ലൂർ എക്സ്പ്രസ് അങ്കമാലിയിൽ പാളം തെറ്റിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം മൊത്തത്തിൽ താറുമാറായിരിക്കുന്നു എന്ന് പറയേണ്ട അവസ്ഥയാണുള്ളത്. 21 ട്രെയിനുകളാണ് മൊത്തം റദ്ദാക്കിയിരിക്കുന്നത്. പല ട്രെയിനുകളും ഭാഗികമായി റദ്ദാക്കിയിരിക്കുന്നു. തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള പല ട്രെയിനുകളും എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇത്തരത്തിൽ ട്രെയിൻ ഗതാഗതം മൊത്തത്തിൽ തന്നെ സംസ്ഥാനത്ത് താറുമാറായിരിക്കുന്നു എന്നാണ് പറയേണ്ടതുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന 6 ട്രെയിനുകൾ തിരുനെൽവേലി വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. അവ ഇപ്രകാരമാണ്: തിരുവനന്തപുരം ഗോരഖ്പൂർ എക്സ്പ്രസ്, തിരുവനന്തപുരം ഹൈദരാബാദ് ശബരി എക്സ്പ്രസ്, കന്യാകുമാരി മുംബൈ CST എക്സ്പ്രസ്, കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ്, ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്, ഒപ്പം തന്നെ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് തിരുനെൽവേലി വഴി തിരിച്ചുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 3 ട്രെയിനുകളുടെ സമയവും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ്, കൊച്ചുവേളി ലോകമാന്യ തിലക് എക്സ്പ്രസ്, കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ് എന്നിവയുടെ സമയമാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. ഇവ പുറപ്പെടുന്ന സമയം ഇതുവരെ റെയിൽവേ അറിയിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അത് യാത്രക്കാർക്ക് അറിയാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം യാത്രക്കാർക്ക് സമാന്തര സംവിധാനങ്ങളും സർക്കാരും റെയിൽവേയും ഒരുക്കിയിട്ടുണ്ട്. അത് പ്രധാനമായും തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്പെഷ്യൽ ട്രെയിൻ 12 മണിക്ക് എറണാകുളത്തേക്ക് പുറപ്പെടുന്നുണ്ട്. നേരത്തെ 10 മണിക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ 43 ബസ്സുകൾ അധികമായി യാത്രക്കാർക്ക് വേണ്ടി സർവീസ് നടത്തും. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, പാലക്കാട് മേഖലകളിലാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തുക. ഒപ്പം തന്നെ യാത്ര റദ്ദാക്കിക്കൊണ്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ റീഫണ്ട് ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് റീഫണ്ട് നൽകുമെന്നും റെയിൽവേ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സമാന്തര സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും വലിയ യാത്രാക്ലേശം തന്നെയാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. സംസ്ഥാനത്തേക്ക് ഉടനീളമുള്ള റെയിൽവേ ഗതാഗതത്തെ ഇത് ബാധിച്ചിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് യാത്രക്കാരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും റെയിൽവേയുടെയും മറ്റ് ക്രമീകരണങ്ങളുടെയും എല്ലാം സ്ഥിതി വിലയിരുത്തുന്നതിനായി റെയിൽവേയോട് മുഖ്യമന്ത്രി അനുദിന അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ റിപ്പോർട്ട് തേടുന്നുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു വിവരം. എന്തായാലും സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം മൊത്തത്തിൽ തന്നെ താറുമാറായിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അങ്കമാലിക്ക് സമീപം കറുകുറ്റിയിലാണ് മംഗലാപുരം തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് പാളം തെറ്റിയത്. AC കോച്ച് ഉൾപ്പെടെ 12 ബോഗികളാണ് പാളം തെറ്റിയത്. പുലർച്ചെ 2:16 സംഭവം. പാളത്തിലുണ്ടായ വിള്ളലാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. അപകടത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജിതിൻ ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.